ओं नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेव अवशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ओं। श्रीगुरुभ्यो नमः। हरिः ओं. യാജ്ഞവൽക്യമഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് അഥ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് തൃതീയ അധ്യായം സപ്തമ ബ്രാഹ്മണം അന്തര്യാമി ബ്രാഹ്മണം. ആർത്തഭാഗൻ അഷ്ടമ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചില്ല. അന്തര്യാമി ബ്രാഹ്മണമാണ് ഇപ്പൊ പറയുന്നത്. അതിനുശേഷം അഷ്ടമ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. നമോ നാരായണ. അശ്വലൻ, ആർത്തഭാഗൻ, ഭുജു, ഉഷസ്തൻ, കഹോലൻ, ഗാർഗി, ഗൗതമൻ ഇത്രയും ആളുകളുടെ ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് അന്തര്യാമി ബ്രാഹ്മണം വരെ കണ്ടത്. അന്തര്യാമി ബ്രാഹ്മണത്തിൻ്റെ അവസാനം നമുക്ക് മനനപ്രധാന മന്ത്രമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പാരായണം ചെയ്യാം. അദൃഷ്ടോ ദ്രഷ്ട അശ്രുതഃ ശ്രോത അമതോ മന്ദ അവിജ്ഞാതോ വിജ്ഞാത നാന്യതോസ്തി ദ്രഷ്ട നാന്യതോസ്തി ശ്രോത നാന്യതോസ്തി മന്ദ നാന്യതോസ്തി വിജ്ഞാത ഏഷദാത്മാ അന്തര്യാമി അമൃതഃ അതഃ അന്യത് ആർത്തം. യാജ്ഞവൽക്യ മഹർഷി അന്തര്യാമി എന്ന് വിസ്തരിച്ച് ഉദ്ദാലകന് പറഞ്ഞതിന് ശേഷം ആ വിസ്താരത്തിൻ്റെ സംഗ്രഹമാണ് അന്തര്യാമി ബ്രാഹ്മണത്തിൻ്റെ കാതല്. അവിടെ അധ്യാരോപവും അപവാദവും കൂടെ ചേർന്നതാണ് സംഗ്രഹമന്ത്രം, അല്ലെങ്കിൽ സംഗ്രഹവാക്യം എന്നും പറയാം. അധ്യാരോപം എവിടെന്ന് വെച്ചാൽ അദൃഷ്ടോ ദ്രഷ്ട അശ്രുതഃ ശ്രോത അമതോ മന്ദ അവിജ്ഞാതോ വിജ്ഞാത അവിടെ വരെ അധ്യാരോപമാണ് അല്ലേ. അധ്യാരോപം എന്ന് വെച്ചാൽ അദസ്മിൻ തദ്ബുദ്ധി, ഈ ശാശ്വതമായ ജഗത്ത് ഉണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. അല്ലെങ്കിൽ ഇല്ല എന്ന് അതിനെ ഉപേക്ഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഗുരുപരമ്പര നമ്മളോട് പറഞ്ഞു തരും, ശരി ഉണ്ട്, ജഗത്തുണ്ട്, നിങ്ങൾ വിശ്വസിച്ചോളൂ, ജഗത്തുണ്ട്. പക്ഷെ ആ ജഗത്തിൽ സൃഷ്ടി നടത്തിയത് മുതൽ അല്ലേ, നമ്മൾ രണ്ടാമത്തെ മന്ത്രം സമഷ്ടി പ്രാണൻ മുതൽ അവസാനത്തെ 23ാമത്തെ മന്ത്രം ഉപസ്ഥേന്ദ്രിയം വരെയുള്ള പഞ്ചമഹാഭൂത സൃഷ്ടി, ദേവതകളുണ്ട് അല്ലേ, ജീവാത്മാക്കളുണ്ട്, ഇന്ദ്രിയങ്ങളുണ്ട്, ഉണ്ടെന്നാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത്. അതിനെയൊക്കെ സൃഷ്ടിച്ചത്, അതിൽ കുടികൊള്ളുന്നത്, അതിനെ പരിപാലിക്കുന്നത് അന്തര്യാമി അമൃതഃ എന്ന് പറഞ്ഞു. അവിടെ വരെ അധ്യാരോപം എന്ന് വെച്ചാൽ സൃഷ്ടി ഉണ്ട്, നിഷേധിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ സാധകരോട് പറയാണ് സൃഷ്ടി ഉണ്ട്. പക്ഷെ എങ്ങനെ ആ സൃഷ്ടിയെ കാണണം? അന്തര്യാമി അമൃത സ്വരൂപനായി ആ സൃഷ്ടിയെ നമ്മൾ കാണവേണം, അല്ലെ അനുഭവിക്ക വേണം. അതിനുശേഷം യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, നാ അന്യഃ അതഃ അല്ലേ അസ്തി ദ്രഷ്ട, നാന്യതോസ്തി ദ്രഷ്ട നാന്യതോസ്തി ശ്രോത നാന്യതോസ്തി മന്ദ നാന്യതോസ്തി വിജ്ഞാത ഏഷദാത്മാ അന്തര്യാമി അമൃതഃ. അതിൽ നിന്നും അന്യമായി, അതായത് സൃഷ്ടി ഉണ്ടെങ്കിൽ സൃഷ്ടിയിൽ നിന്നും അന്യമായി ആർക്കും ഒന്നും കാണാൻ സാധിക്കില്ല, കേൾക്കാൻ സാധിക്കില്ല, രുചിക്കാൻ സാധിക്കില്ല, മണക്കാൻ സാധിക്കില്ല, അല്ലെ ഒരു അനുഭവവും
അല്ലെ ഒരു വ്യവഹാരവും ഒരു ജീവനും സാധിക്കില്ല പരമാത്മാവിൽ നിന്നും അന്യമായിക്കൊണ്ട്. അത്രയും പറഞ്ഞു. അതും അധ്യാരോപമാണ്. എന്നിട്ട് ഏഷദാത്മാ അന്തര്യാമി അമൃതഃ, അതിനെ അന്തര്യാമി അമൃത സ്വരൂപനെന്ന് ശാസ്ത്രം വിളിക്കുന്നു എന്ന് പറഞ്ഞ് അതിനുശേഷം അതഃ അന്യത് ആർത്തം, അത്രയുമാണ് അപവാദ മന്ത്രം. ശ്രദ്ധിക്കണേ, നമ്മൾ അധ്യാരോപ അപവാദം പഠിച്ചത് ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം മൂർത്താമൂർത്ത ബ്രാഹ്മണം. വേണ്ടവർ റെഫറൻസിന് എഴുതിക്കോളൂ. 1.2.3 ബൃഹദാരണ്യ ഉപനിഷത്ത് തന്നെ. 1 എന്ന് വെച്ചാൽ 1-ാം കാണ്ഡം മധുകാണ്ഡം, 2 എന്ന് പറഞ്ഞാൽ 2-ാം അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം, 3 എന്ന് പറഞ്ഞാൽ മൂർത്താമൂർത്ത ബ്രാഹ്മണം അല്ലേ. 1.2.3 അവിടെയാണ് നമ്മൾ അധ്യാരോപ അപവാദം പഠിച്ചത്. അധ്യാരോപ അപവാദാഭ്യാം നിഷ്പ്രപഞ്ചം പ്രതിപാദിഷ്യതേ എന്നൊക്കെ ഉള്ള ഡെഫിനിഷൻ പഠിച്ചത്. അവിടെ അതഃ അന്യത് ആർത്തം അല്ലെ, അതഃ പരമാത്മാഹ അന്യത് അതിൽ നിന്നും വേറെയായി ആർത്തം എന്തെല്ലാം ഉണ്ടോ അത് ആർത്തമാകുന്നു, നശിക്കുന്നതാകുന്നു. യാജ്ഞവൽക്യ മഹർഷി ഒറ്റ വാക്കുകൊണ്ട് അപവദിച്ചു അല്ലേ. അതായത് അപവാദം എന്ന് വെച്ചാൽ എന്താ, നശാശ്വതഃ ആർത്തം. അധ്യാരോപ അപവാദം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷം ഉദ്ദാലകൻ ഉപരമിച്ചു. നമ്മൾ അതിനുശേഷം അടുത്ത ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചിരുന്നു. ഇനി അതിലേക്ക് പോകാം. അധ തൃതീയോധ്യായഃ ജൽപരൂപ ഉപപത്തി പ്രകരണം അഷ്ടമ ബ്രാഹ്മണം പ്രഥമ മന്ത്രം. 8ാമത്തെ ബ്രാഹ്മണം അക്ഷര ബ്രാഹ്മണം പ്രഥമ മന്ത്രം, 1ാമത്തെ മന്ത്രം ഒരുമിച്ച് പാരായണം ചെയ്യാം. അധഃ വാജഗ്നവീ ഉവാച ബ്രാഹ്മണാ ഭഗവന്തഃ ഹന്ത അഹം ഇമം ദ്യൗ പ്രശ്നൗ പ്രക്ഷ്യാമി തൗ ചേത് മേ വക്ഷ്യതി ന വൈ ജാതു യുക്ഷ്മാകം ഇമം കച്ചിത് ബ്രഹ്മോദ്യം ജേത ഇതി പൃച്ഛഗാർഗി ഇതി. നമ്മുടെ മനസ്സിലാ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭ ഉദ്ദാലകന് വിസ്തരിച്ച് അന്തര്യാമി എന്ത് എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ഉദ്ദാലകൻ അതിൽ വിരോധമൊന്നും ഇല്ലാണ്ട് ഉപരമിച്ചു. അതിനുശേഷം അടുത്തയാൾ വന്നു. നമ്മൾ പ്രഥമ മന്ത്രം കണ്ടിരുന്നു അല്ലേ. അധഃ വാജഗ്നവി ഉവാച അല്ലെ. അവിടെ ഉവാച എന്ന വാക്കിൻ്റെ അർത്ഥം വേണ്ടവർ അധ്യാഹാരം ചെയ്യുക. സഭാമധ്യേ ഉവാച, ഗൗതമൻ ഉപരമിച്ചതിനനന്തരം വാജഗ്നവിൻ്റെ പുത്രിയായ വാജഗ്നവി എന്ന പേരോടുകൂടിയ ഗാർഗി സഭാമധ്യത്തിൽ എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ആ ഭാവന വരണം അല്ലേ. വാജഗ്നവി അല്ലെങ്കിൽ ഗാർഗി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് സഭാമധ്യത്തിലേക്ക് വന്നുകൊണ്ട് എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. എന്താണ് അഭിസംബോധന? ബ്രാഹ്മണഃ ഭഗവന്തഃ, അല്ലയോ ഇവിടെ ഈ പണ്ഡിത സഭയിൽ വിദ്വത്സഭയിൽ ഒത്തുകൂടിയിരിക്കുന്ന ബ്രാഹ്മണന്മാരെ, നിങ്ങളെല്ലാവരും ബ്രാഹ്മണർ മാത്രമല്ല, നിങ്ങളെല്ലാം ഭഗവാന്മാരാണ്, നിങ്ങൾ എല്ലാവരും ആദരണീയരാണ്, നിങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു. ഹന്താഹം ഇമം ദ്യൗ പ്രശ്നോ പ്രക്ഷ്യാമി. എല്ലാവരോടുമായിട്ട് ഗാർഗി അനുമതി ചോദിക്കുകയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് അനുമതി നൽകുക, എൻ്റെ 2ാമത്തെ അവസരമാണിത്. എനിക്ക് യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് അല്ലെ സിദ്ധാന്തിയോടായിക്കൊണ്ട് എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കുവാനുള്ളത്. ഞാൻ നേരത്തെ പറയുകയാണ്, എനിക്ക് മുമ്പ് ആ ഷഷ്ടബ്രാഹ്മണത്തിൽ എന്നോട് യാജ്ഞവൽക്യ മഹർഷി ഉപരമിക്കാൻ പറഞ്ഞു. അത് ഞാൻ അനുസരിച്ചു, ഉപരമിച്ചു. പക്ഷെ ഞാൻ തൃപ്തയല്ല. എൻ്റെ ചോദ്യം അല്ലെ എൻ്റെ പ്രശ്നം
അവസാനിച്ചിട്ടില്ല. എനിക്ക് അതുകൊണ്ട് 2 ചോദ്യങ്ങൾ ചോദിക്കണം, അതിന് അവസരം തരണം. തൗ ചേത് മേ വക്ഷ്യതി അല്ലേ? അവ തൗ എന്ന് വെച്ചാൽ അവ എന്ന് വെച്ചാൽ തൗ വേണ്ടവർ അധ്യാഹാരം ചെയ്യുക. തൗ ഉത്തരഹ, ആ ഉത്തരങ്ങൾ, എൻ്റെ 2 പ്രശ്നത്തിനുള്ള മറുപടികൾ. ചേത് മേ വക്ഷ്യതി, എന്നോട് വശ്യതി അല്ലേ? വശ്യതി തൗ ചേത് മേ വശ്യതി. അവിടെ വേണ്ടവർ എഴുതുക വിസ്തരേണ വശ്യതി, വിസ്തരിച്ച് പറയണം. 1 വേർഡ് ആൻസർ എനിക്ക് വേണ്ട. വിസ്തരേണ എന്ന് വെച്ചാൽ എലാബറേഷൻ, ഡീറ്റെയിൽഡ് എന്നൊക്കെ നമ്മൾ പറയുന്നു. എനിക്ക് വിസ്തരിച്ചുള്ള എനിക്ക് ഉത്തരമാണ് വേണ്ടത്. കാരണം വിസ്താരം ഇനി വരുന്നുണ്ട്. നമ്മളിനി പഠിക്കാൻ പോകുന്ന മന്ത്രങ്ങളിൽ 8ാമത്തെ മന്ത്രത്തിലൊക്കെ അക്ഷരലക്ഷണങ്ങളും എത്രയോ വിസ്തരിച്ചു. 1, 2, 3, 4, 5, 6, 7, 8 ഇപ്പം പറയാം 10, 11, 12, 13, 14, 15, 16 ലക്ഷണമാണ് പറയുന്നത്. അപ്പം അത്രയും വിസ്തരിച്ചാണ് യാജ്ഞവൽക്യ മഹർഷി ഗാർഗിയുടെ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ വിസ്തരേണ എന്ന വാക്ക് അധ്യാഹാരം ചെയ്യുക. എനിക്ക് ഉത്തരം വേണം. നവൈ ജാതും യുഷ്മാഹം കച്ചിത് ബ്രഹ്മോദ്യം ജയത ഇതി. ഈ കൂടിയിരിക്കുന്ന എല്ലാ ബ്രാഹ്മണന്മാരെ, നിങ്ങളോടായി ഞാൻ ഒരു മുന്നറിയിപ്പ് തരികയാണ്, അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാൻ എല്ലാവരോടുമായി പറയുകയാണ്, എൻ്റെ ഈ 2 പ്രശ്നങ്ങൾ അതികഠിനമായിരിക്കും. അതുകൊണ്ട് വിസ്തരിച്ചുള്ള മറുപടി എനിക്ക് നിശ്ചയമായിട്ടും വേണം. അത് തന്നാൽ, അതിന് യാജ്ഞവൽക്യ മഹർഷിയുടെ മറുപടി ഞാൻ അംഗീകരിച്ചാൽ, നിങ്ങൾ ഉറപ്പിച്ചോളൂ, യാജ്ഞവൽക്യ മഹർഷിയെ തോൽപ്പിക്കുവാൻ ഈ യുദ്ധസഭയിലിരിക്കുന്ന ആരാലും സാധ്യമല്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് എന്ന് ഗാർഗി പറയുകയാണ്. അപ്പം ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ആകാംക്ഷയായി. കാരണം ഗാർഗി ആ സഭാമധ്യത്തിൽ കൂടിയിരിക്കുന്ന മറ്റുള്ള പണ്ഡിതന്മാരെ പോലെയല്ല. ഗാർഗിയുടെ 1ാമത്തെ ക്വാളിഫിക്കേഷൻ നവരത്നം, 2ാമത്തെ ക്വാളിഫിക്കേഷൻ ബ്രഹ്മവാദിനി. വേറെ ഒരു ബ്രഹ്മവാദിനിയും ആ യുദ്ധസഭയിലില്ല, ഒറ്റൊരാളേ ഉള്ളൂ, ഗാർഗി മാത്രം. അപ്പം അങ്ങനെ ഒരാൾ സഭാമധ്യത്തിൽ എല്ലാവരോടുമായിട്ട് മുന്നറിയിപ്പ് നൽകണമെങ്കിൽ എന്താണ് മുന്നറിയിപ്പ്? നിങ്ങൾ ഉറപ്പിച്ചോളൂ, യാജ്ഞവൽക്യ മഹർഷിയെ തോൽപ്പിക്കുവാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെ ഒരു മുന്നറിയിപ്പ് സഭയിൽ വിളംബരം ചെയ്യണമെങ്കിൽ അത് ഇച്ചിരി സീരിയസ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പം അത് കേട്ടപ്പോൾ ആ വിദ്വാൻമാരെല്ലാവരും ആകാംക്ഷയോടുകൂടി അവർ പറയുകയാണ് പൃച്ഛഗാർഗി. അവിടെ പൃച്ഛഗാർഗി എന്നുള്ളിടത്ത് ബ്രാഹ്മണഃ ഉവാച, ബ്രാഹ്മണന്മാരെല്ലാവരും കൂടെ പറയുകയാണ് കേട്ടോ, ഒരാളല്ല. കാരണം സഭാമധ്യത്തിലല്ലേ വിളംബരം ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മണഃ ഉവാച പൃച്ഛഗാർഗി ഇതി, ബ്രാഹ്മണന്മാരെല്ലാവരും ഗാർഗിക്ക് പെർമിഷൻ കൊടുക്കുകയാണ്. ഗാർഗി, നമ്മളെല്ലാം വിജയിപ്പിക്കേണ്ടത് അങ്ങയുടെ അങ്ങയുടെ കയ്യിലാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം ഗാർഗി നിനക്ക് അനുമതി നൽകുന്നു, 2nd ചാൻസ് നീ എടുത്തോളൂ. വളരെ സൂക്ഷിച്ച് വേണം ചോദ്യം ചോദിക്കാൻ. ഇതുവരെ ആർക്കും ജയിക്കാൻ സാധിച്ചിട്ടില്ല യാജ്ഞവൽക്യ മഹർഷിയെ. അതുകൊണ്ട് അതുമാത്രമല്ല, ജനക മഹാരാജാവ് മൗനമായിരുന്ന അനുമതി നൽകുന്നു. അതൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. പിന്നെ ആരുടെയും അനുമതി ഇല്ലാതെ വിളംബരം ചെയ്ത വിത്തമെല്ലാം കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് നീ സൂക്ഷിച്ചും കണ്ടും ചോദ്യം ചോദിച്ചോളൂ എന്ന് ഗാർഗിക്ക് അനുമതി നൽകി. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഗാർഗിയുടെ പ്രശ്നമാണ് ഇനി. ദ്വിതീയ മന്ത്രം. ഒരു മിനിറ്റ്. മലയാളം പുസ്തകമുള്ളവർ മൃഡാനന്ദ സ്വാമിജിയുടെ പുസ്തകം 1ാമത്തെ മന്ത്രത്തിൻ്റെ അവസാനത്തെ കുറിപ്പ് ഞാൻ വായിക്കാം, എല്ലാവരും കൂടെ വായിക്കുക.
മുമ്പ് യാജ്ഞവൽക്യനാൽ വിലക്കപ്പെട്ട് മൂർധാവ് പതിക്കുമെന്നുള്ള ഭയത്താൽ, അല്ലേ? മൂർധാതേ വിപതിഷ്യതീതി 6ാമത്തെ ബ്രാഹ്മണത്തിൽ. അതായത് നിനക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ടാകും, നീ അതിപ്രശ്നം ചോദിക്കരുത് ഗാർഗി എന്ന് മുന്നറിയിപ്പ് കൊടുത്തല്ലോ. ആ ഭയത്താൽ അടങ്ങിയ ഗാർഗി വീണ്ടും ബ്രാഹ്മണന്മാരുടെ അനുവാദത്തോടുകൂടി ചോദിക്കുന്നു. സർവാന്തര്യാമിയായ ബ്രഹ്മത്തെപ്പറ്റി തന്നെ വീണ്ടും വിവരിക്കുകയാണ് ഈ ബ്രാഹ്മണത്തിൽ. മുമ്പ് സോപാധിക ഭാവത്തെ വിവരിച്ചു. അതാണ്, അത് മനസ്സിലായോ എല്ലാവർക്കും? അതാണ് അധ്യാരോപം. അതിനു വേണ്ടിയാണ് നമ്മൾ ആദ്യം അത് പറഞ്ഞത്. ഇന്നലെ എന്തുകൊണ്ട് അധ്യാരോപ അപവാദം പറഞ്ഞില്ല, ചർച്ച ചെയ്തില്ല? അതിന് കാരണം ഇതാണ്, അഷ്ടമ ബ്രാഹ്മണത്തിലാണ് അതിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടി ഇന്ന് ചർച്ച ചെയ്തേ ഉള്ളൂ. സോപാധികമായ ഭാവത്തെ വിവരിച്ചു കഴിഞ്ഞു. അതായത് 23 അന്തർയാമി ബ്രാഹ്മണം 2ാമത്തെ മന്ത്രം മുതൽ 23ാമത്തെ മന്ത്രത്തിൻ്റെ അവസാനം വരെ സോപാധിക ഭാവം, അതായത് ഉപാധിക അതാണ് സോപാധികം എന്ന വാക്ക്. 2 പദമാണ്, സമസ്ത പദമാകുമ്പോൾ സോപാധികം എന്ന് പറയുന്നു. 2 വാക്കുകളുണ്ട്, സഹ അധികം ഉപാധിക. സഹ ബ്രഹ്മ അല്ലെ പരമാത്മാ, ഉപാധി അതായത് മായാസഹിതനായി സൃഷ്ടി നടത്തി ആ ഭഗവാന്റെ ഉപാധിയാണ് ഈ പ്രപഞ്ചവും അതിലുള്ള സർവചരാചരങ്ങളും. അതിനെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഇനി നിരുപാധിക ഭാവത്തെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അല്ലേ? ഉപാധിരഹിത ഭാവം, ഇത് നിരുപാധിക ഭാവം, അല്ലേ? അതാണ് അപവാദം. അതഹ അന്യത് ആർത്തം, അത്രയും അപവാദം പറഞ്ഞു. ഇനി അഷ്ടമ ബ്രാഹ്മണത്തിൽ 8ാമത്തെ മന്ത്രത്തിലെല്ലാം അപവാദമാണ് പറയുന്നത്. നിരുപാധിക ഭാവമാണ് പറയുന്നത്. നിരുപാധികം എന്ന് വെച്ചാൽ ഈ ഉപാധികളൊക്കെ നമ്മൾ പഞ്ചദശി പഠിച്ചവരാണെങ്കിൽ നാടക ദീപപ്രകരണം ഓർത്താൽ മതി. അതായത് ഭഗവാൻ എങ്ങനെയാണ് ഒരു നടൻ വേഷം ഇട്ട് സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിനയിക്കുന്നത്, അത് കഴിഞ്ഞ് ആ വേഷം അഴിച്ചു വെച്ച് അയാൾ, അല്ലേ, ആ വേഷത്തിന് ആയിട്ട് ഒരു താതാത്മ്യമില്ല. അതുപോലെ തന്നെ ഭഗവാൻ ഈ സൃഷ്ടി നടത്തി യഥാപൂർവം അകൽപ്പയത്, എങ്ങനെയാണോ തനിക്ക് സൃഷ്ടിക്കണമെന്നുള്ള ഇച്ഛയുണ്ടായി. ഐത്തരേയ ഉപനിഷത്ത് 1ാം അധ്യായം, അല്ലേ, 2, 3 മന്ത്രങ്ങളൊക്കെ സൃഷ്ടിയാണ്. ഋഗ്വേദം, ഐത്തരേയ ഉപനിഷത്ത്. അപ്പം അവിടെ നമ്മൾ പഠിച്ചാണ്, ഭഗവാൻ മായാസഹിതനായി സൃഷ്ടി നടത്തി, ഉപാധികളെല്ലാം സ്വീകരിച്ചു, അല്ലേ? അഹം ബഹുസ്യാം പ്രജായേയ, ഞാൻ ബഹുവായി പലവിധമായി മാറട്ടെ എന്നുള്ള ഇച്ഛയുണ്ടായി. ആ ഇച്ഛയിൽ നിന്നും അല്ലെങ്കിൽ ആ സങ്കല്പത്തിൽ നിന്നുമാണ് സൃഷ്ടി ഉണ്ടായത്, അല്ലേ? തത്സൃഷ്ട സദേവാനുപ്രാവശ്യത്, സൃഷ്ടി നടത്തിയതിന് ശേഷം അതിലേക്ക് പ്രവേശിച്ചു, അല്ലേ? അതാണ് സ്വാഭാവികം. നിരുപാധികം എന്ന് പറഞ്ഞാൽ എപ്പോഴാണോ എനിക്കിത് മതിയായി എന്ന് ഭഗവാന് ഇച്ഛയുണ്ടാകുന്നു, അപ്പോഴെന്താണ്? മഹാപ്രളയം, സൃഷ്ടിയൊക്കെ അവസാനിപ്പിക്കും, താൻ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലേക്ക് മടങ്ങിപ്പോകും. അതാണ് നിരുപാധിക ഭാവം, ഒരു ഉപാധികളും ഇല്ലാത്ത ഭാവം, അല്ലേ? അപ്പോൾ ആ വാക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കുക, ഇല്ലാത്തവർ എഴുതി വെക്കുക. സോപാധികം ഭാവത്തെ, അതായത് സൃഷ്ടിഭാവം. ഇനി നിരുപാധിക ഭാവത്തെ, അതായത് നശാശ്വത അപവാദഭാവം, അല്ലേ? അതിനെയാണ് ബ്രാഹ്മണം 8 വിവരിക്കുന്നത്. നമുക്കിനി അടുത്ത മന്ത്രത്തിലേക്ക് പോകാം. ദ്വിതീയ മന്ത്രം. സാഹോവാച, അല്ല ശ്രദ്ധിക്കണേ, ദീർഘമുണ്ട്. സാഹോവാച അഹം വൈ ത്വാ യാജ്ഞവൽക്യ യഥാ കാശ്യോ വാ വൈദേഹോ വാ. അവിടെ കോമ ഇടുക കേട്ടോ. അതായത് യാജ്ഞവൽക്യ യഥാ കാശ്യോ വാ വൈദേഹോ വാ, കോമ, വൈദേഹോ വാ.
ഇനി അടുത്ത വാക്കാണ് ഉഗ്രപുത്ര. ഉഗ്രപുത്ര. അവിടെ ഉഗ്രപുത്ര എന്നുള്ളിടത്ത് മലയാളം പുസ്തകം പേജ് 264 264 വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ ഉഗ്രൻ്റെ പുത്രനായ ആ മീനിങ്, ആ അർത്ഥം തെറ്റാണ്, അത് നിങ്ങൾ വെട്ടിക്കളഞ്ഞോളൂ. ഉഗ്രൻ്റെ പുത്രൻ അല്ല. അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് വ്യാഖ്യാനം പഠിക്കുമ്പോൾ വരാം. ദയവായി അത് നിങ്ങൾ അടയാളപ്പെടുത്തുക. ആ വേർഡ് ബൈ വേർഡ് മീനിങ്ങിൽ ഉഗ്രപുത്ര എന്ന് വെച്ചാൽ ഉഗ്രപ്രതാപശാലികൾ എന്നാണ് അർത്ഥം എന്നാണ്. അല്ലാണ്ട് ഉഗ്രൻ എന്ന ഒരാളുടെ മകനെന്നല്ല അർത്ഥം കേട്ടോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുക. ഉഗ്രൻ്റെ പുത്രൻ എന്നുള്ള അർത്ഥം തിരുത്തുക. ഒന്നുകൂടെ പറയാം. സാഹോവാച അഹം വൈത്വാ യാജ്ഞവൽക്യ യഥാ കാശ്യോ വാ. കണ്ടോ, അവിടെ ഒരു വാ കണ്ടില്ലേ? അതുപോലെ തന്നെ വൈദേഹോ വാ, ഉഗ്രപുത്ര ഉജ്യം ധനുഹു അതിജ്യം. ധനുഹു അതിജ്യം, ധനുരതിജ്യം ഇല്ലേ? ധനുഹു വിസർഗം ഉണ്ട് അവിടെ. ധനുഹു അതിജ്യം കൃത്വാ ദ്യൗ ബാണവന്തൗ. എളുപ്പമാണ്, ഉദാഹരണം പറയുന്നേ ഉള്ളൂ ഗാർഗി കേട്ടോ. ദ്യൗ ബാണവന്തൗ സപത്നാദി വ്യാധിനൗ ഹസ്തേ കൃത്വാ. അവിടെ അത് കഴിഞ്ഞ് കോമ ഇടുക. ഹസ്തേ കൃത്വാ കോമ ഉപോദിഷ്ടേത്. ഹസ്തേ കൃത്വാ ഉപോദിഷ്ടേത്. ഹസ്തേ കൃത്വാ ഉപോദിഷ്ടേത്. ഏവമേവ അഹം ത്വാ താഭ്യാം പ്രശ്നാഭ്യാം ഉപോദസ്താം. ദാഭ്യാം പ്രശ്നാഭ്യാം ഉകാര ഉച്ചരിക്കണേ. ഉപോദസ്താം. തൗ മേ ബ്രൂഹി ഇതി പൃച്ഛഗാർഗി ഇതി. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കണേ. സാഹോവാച അഹം വൈത്വാ യാജ്ഞവൽക്യ യഥാ കാശ്യോ വാ വൈദേഹോ വാ ഉഗ്രപുത്ര ഉജ്യം ധനുഹു അഭിജ്യം കൃത്വാ ധൗ ബാണവന്തൗ സപത്നാദി വ്യാധിനൗ ഹസ്തേ കൃത്വാ ഉപോദിഷ്ടേത്. ഏവമേവ അഹം ത്വാ ദാഭ്യാം പ്രശ്നാഭ്യാം ഉപോദസ്താം തൗ മേ ബ്രൂഹി ഇതി പൃച്ഛഗാർഗി ഇതി. ഒരുമിച്ച് പാരായണം ചെയ്യാം. സാഹോവാച അഹം വൈത്വാ യാജ്ഞവൽക്യ യഥാ കാശ്യോ വാ വൈദേഹോ വാ ഉഗ്രപുത്ര ഉജ്യം ധനുഹു അതിജ്യം കൃത്വാ ദ്യൗ ബാണവന്തൗ സപത്നാദി വ്യാധിനൗ ഹസ്തേ കൃത്വാ ഉപോദിഷ്ടേത്. ഏവമേവ അഹം ത്വാ ദാഭ്യാം പ്രശ്നാഭ്യാം ഉപോദസ്താം തൗ മേ ബ്രൂഹി ഇതി പൃച്ഛഗാർഗി ഇതി. സാഹോവാച അഹം വൈത്വാ യാജ്ഞവൽക്യ യഥാ കാശ്യോ വാ വൈദേഹോ വാ ഉഗ്രപുത്ര ഉജ്യം ധനുഹു അതിജ്യം കൃത്വാ
ദ്യൗ ബാണവന്തൗ സപത്നാദി വ്യാധിനോ ഹസ്തേ കൃത്വാ ഉപോദിഷ്ടേത് ഏവമേവ അഹം ത്വാ ദാഭ്യാം പ്രശ്നാഭ്യാം ഉപോദസ്താം തൗ മേ ബ്രൂഹി ഇതി പൃച്ഛ ഗാർഗി ഇതി. എല്ലാവർക്കും മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്ന ആ ഗാർഗി അതിനുശേഷം സാ കണ്ടോ, സാ അവിടെ ദീർഘം കണ്ടോ, അതായത് സ്ത്രീലിംഗമാണ്. അവൾ, സാ ഗാർഗി അല്ലേ. അല്ലേ, മുമ്പേയൊക്കെ കണ്ടില്ലേ ഉദ്ദാലഹ സാ ഹോ വാചാന്നേ ഉള്ളായിരുന്നു. ഇവിടെ സാ. ഉദ്ദാലകൻ പുരുഷനായോണ്ട് പുല്ലിംഗം, ഗാർഗി സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീലിംഗം. കണ്ട, സാ ഹോ വാച. യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ഗാർഗി ഉവാച അല്ലെ. അപ്പം സാ ഗാർഹി യാജ്ഞവൽക്യ ഉവാച, ഗാർഗി യാജ്ഞവൽക്യ മഹർഷിയോടായി. അപ്പൊ ഇവിടെ ഉവാച എന്ന് പറഞ്ഞാൽ യാജ്ഞവൽക്യ ഉവാച എന്നാണ് കേട്ടോ. തൊട്ടു മുമ്പ് സഭാമധ്യേ ഉവാച ആയിരുന്നു. ഇവിടെ യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് ഉവാച ചോദിച്ചു. എന്താണ്? അഹം വൈ ത്വാ യാജ്ഞവൽക്യ. അഹം അവിടെ ഒരു അധ്യാഹാരം ചെയ്യാനുണ്ട്. ആദ്യം എഴുതുക, ഞാൻ പറയാം എന്നിട്ട് അതിനുശേഷം. അഹം വൈ ത്വാ യാജ്ഞവൽക്യ, അതിനുശേഷം പ്രശ്നം പൃച്ഛൻ എന്നുള്ള വാക്കും കൂടെ എഴുതുക. അഹം വൈ ത്വാ യാജ്ഞവൽക്യ എന്നുണ്ട് മന്ത്രത്തിൽ. അതിനുശേഷം അധ്യാഹാരം ചെയ്യുക. പ്രശ്നം പൃച്ഛൻ, പ്രശ്നം പൃച്ഛൻ, പ്രശ്നം പൃച്ഛൻ. അതായത് അഹം വൈ ത്വാ യാജ്ഞവൽക്യ, അതായത് എന്താണ്? അല്ലയോ യാജ്ഞവൽക്യ മഹർഷിയെ, അങ്ങയോട് എനിക്ക് എന്താണ്? പ്രശ്നം പൃച്ഛൻ, എനിക്ക് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ട് എന്നാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ഗാർഗി യാജ്ഞവൽക്യ മഹർഷിയോടായിട്ട് പറയുന്നത്. ഞാൻ പ്രശ്നം പറയുന്നതിന് മുമ്പ് ഞാൻ ആര് എന്ന് ഗാർഗിയുടെ ഗർവം കാണിക്കുകയാണ്. എൻ്റെ പ്രശ്നം എങ്ങനെയുള്ള പ്രശ്നമായിരിക്കും, എൻ്റെ ചോദ്യം വെറുതെ നിസാര ചോദ്യമല്ല, അങ്ങത് ഏറ്റെടുക്കുവാൻ ഇപ്പോഴേ എന്താ പറയുക, നമ്മൾ പറയില്ലേ ബി പ്രിപ്പയർഡ് എന്നൊക്കെ, അതുപോലെ അങ്ങ് അത് തയ്യാറായിരുന്നോളൂ എൻ്റെ ചോദ്യശരങ്ങളെ ഏൽക്കാൻ. ആ ചോദ്യത്തിൻ്റെ ഘടന അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെയിറ്റ് എങ്ങനെയുള്ളതാണ് എൻ്റെ ചോദ്യമെന്ന് ഗാർഗി ഗർവത്തോടുകൂടി പറയുകയാണ്. യഥാ, എങ്ങനെയെന്നാൽ, അതായത് എൻ്റെ യഥാ പ്രശ്നേ, എൻ്റെ ചോദ്യം എങ്ങനെയെന്നാൽ, ആ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ചോദ്യത്തിൻ്റെ മൂല്യം ഞാൻ അങ്ങയോട് പറയാൻ പോവുകയാണ്. അതാണ് യഥാ പ്രശ്നേ, അല്ലെ യഥാ ചോദ്യം എന്നും പറയാം കേട്ടോ, രണ്ടും പര്യായങ്ങളാണ്. കാശ്യോ വാ വൈദേഹോ വാ ഉഗ്രപുത്ര ഉജ്യം ധനുഹു അതിജ്യം കൃത്വ. അതായത് ഇതെവിടെയാണ് നടക്കുന്നത്? വിദേഹ രാജ്യത്ത് അല്ലേ. അതായത് ജനക മഹാരാജാവിൻ്റെ രാജ്യത്ത്, ആ ജനക സഭയിലല്ലേ ഈ ഇത് നടക്കുന്നത്. അപ്പം ആ ജനക സഭയിൽ ഗാർഗി പറയുകയാണ്, കാശ്യോവ, അതായത് ആ കാലഘട്ടത്തിൽ നമ്മളിത് പഠിക്കുന്നത് ത്രേതായുഗത്തിലെ കഥയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ആ ത്രേതായുഗത്തിലെ ആ കാലഘട്ടത്തിൽ ഏറ്റവും ഉഗ്രപുത്രന്മാർ, അതായത് ഉഗ്രപുത്രൻ എന്ന് പറഞ്ഞാൽ ഉഗ്രപ്രതാപശാലികൾ എന്നൊക്കെ നമ്മൾ രാജാക്കന്മാരെ പറയാറില്ലേ. അതായത് വെരി വെരി കോൺകേർഡ് വാരിയേഴ്സ്, ഭയങ്കര എല്ലാ രാജ്യങ്ങളെയും, അല്ലെങ്കിൽ ഏത് ശത്രു വന്നാലും, എത്ര വലിയ ശത്രുക്കൾ വന്നാലും ആരാലും തോൽപ്പിക്കാൻ സാധിക്കാത്ത ഉഗ്രപ്രതാപശാലികൾ, ആ അർത്ഥമാണ് ഇവിടെ ഉഗ്രപുത്രൻ. അല്ലാണ്ട് ഉഗ്രൻ എന്ന ആളുടെ പുത്രന്മാരല്ല കാശി രാജാവും വൈദേഹ രാജാവും.
ഇപ്പം കാശി രാജാക്കന്മാർ അനേകമുണ്ട് അല്ലേ. കാശി എന്നുള്ള വാക്ക് വേദകാലഘട്ടം മുതലുണ്ട് അല്ലേ. അത്രയും വെരി ഓൾഡ് സിറ്റിയാണ് കാശി അല്ലേ. അപ്പം അതുപോലെ തന്നെ ഇപ്പം കാശി രാജാക്കന്മാർ അനേകമുണ്ട്. അവിടെ ഉഗ്രൻ്റെ പുത്രന്മാരായിട്ടല്ല, അല്ലെങ്കിൽ ഉഗ്രൻ എന്ന് പറഞ്ഞ രാജാക്കന്മാരൊന്നും നിങ്ങൾ വിക്കിപീഡിയ എടുത്ത് നോക്കിയാൽ കാണാം, അവിടെ ഇല്ല. പിന്നെ വൈദേഹൻ്റെ ഇപ്പം എടുത്തോളൂ. ഇപ്പം വൈദേഹനാണെങ്കിൽ തന്നെ വൈദേഹൻ്റെ അല്ലെ ജനക മഹാരാജാവിൻ്റെ പിതാവ് നിമി അല്ലേ. നിമി എന്നുള്ള, ഞാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങൾ തിരുത്തുക. ഈ പേരുകൾ ഓർത്ത് വെക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്, അതുകൊണ്ട് നിമി എന്നുള്ള ആള് ആയിരുന്നു. അപ്പം നിമി ഒരിക്കലും ഉഗ്രനല്ല. അപ്പോൾ ഉഗ്രൻ്റെ പുത്രൻ എന്ന് പറയാൻ സാധിക്കില്ല അല്ലേ. ക്ഷീരധ്വജൻ എന്നൊരു പേരും കൂടെ വൈദേഹ രാജാവിനുണ്ട് അല്ലേ. അതായത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ പേര് വന്ന് കലപ്പ കൊടിയടയാളമായി വെച്ചിരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെയല്ലേ കലപ്പ എടുത്തപ്പോൾ കിട്ടിയ ആളല്ലേ പുത്രി. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും കലപ്പയുണ്ട്. അത് കൊടിയടയാളമായി വെച്ചിരിക്കുന്ന ആളാണ് ക്ഷീരധ്വജൻ എന്നൊരു പര്യായം കൂടെ ജനക മഹാരാജാവിനുണ്ട്. അപ്പോൾ ഒരിക്കലും നിമിയുടെ പുത്രനായിട്ടല്ലേ വരുവുള്ളൂ. അപ്പോൾ ഒരിക്കലും ഉഗ്രൻ്റെ പുത്രൻ എന്ന് വരില്ല. അപ്പോൾ ഇവിടെ ഉഗ്രപുത്ര എന്ന് പറഞ്ഞാൽ അവർ ഉഗ്രപ്രതാപശാലികളായിരുന്നു. അതായത് അതിൻ്റെ അർത്ഥം എന്താ, അവർ ആരാലും ഏതു ശത്രുക്കളാലും പരാജയപ്പെടുത്തുവാൻ സാധിക്കാത്ത രാജാക്കന്മാരായിരുന്നു. അതിന് ഉദാഹരണങ്ങളായിട്ട് കാശി രാജാവ്, വിദേഹ രാജാവ് അവർ ഉഗ്രപ്രതാപശാലികളായിരുന്നു. ഈ ക്ഷത്രിയന്മാരുടെ ഒരു എന്താ പറയുക, അവരുടെ ഏറ്റവും കൂടെയുള്ളത് ആയുധങ്ങളാണ് അല്ലേ. അവരോടൊപ്പം ഒന്നെങ്കിൽ ധനുസ്സുണ്ടാകും, അല്ലെങ്കിൽ ഗദയുണ്ടാകും, എന്താണോ അവർക്ക് ഏറ്റവും ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടാകുന്ന ഏതിലാണോ അവർ മികവ് തെളിയിച്ചിരിക്കുന്നത് ആ ആയുധം. അപ്പോൾ ഈ ധനുസ് ക്ഷത്രിയന്മാരെങ്ങനെയാണെന്ന് വെച്ചാൽ യുദ്ധത്തിൻ്റെ സമയത്ത് മാത്രമേ അതിൽ ഈ ഞാണ് കെട്ടാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഇത് അഴിച്ചു വെക്കണം. അങ്ങനെയാണ് യുദ്ധനീതി അല്ലെങ്കിൽ നിയമം. എങ്ങനെയാണ് അമ്പും വില്ലും അതിൽ ഞാൻ അഴിച്ചു വെച്ചിരിക്കണം. യുദ്ധം വിളംബരം ചെയ്യുമ്പോൾ ആണ് അത് പ്രയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ഉജ്യം ധനുഹു അതിജ്യം കൃത്വ. അതായത് അഴിച്ചു വെച്ചിട്ടുള്ള ധനുസ് നിങ്ങൾ മനസ്സിലിങ്ങനെ ഭാവന ചെയ്യുക. ഒരു ധനുസ്, അതിൽ ഞാൻ അഴിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം ഇപ്പം അമ്പും വില്ലും ഏത് യുദ്ധത്തിന് പോകുന്നില്ല. അപ്പം അതിൽ എന്താ ചെയ്യുന്നത്, ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ അമ്പും വില്ലും അങ്ങ് അവിടെ അഴിച്ചു വെച്ചല്ലോ 6ാമത്തെ മന്ത്രത്തിൽ. ഉദാഹരണം പറയുകയാണ് ഗാർഗി അല്ലേ. എന്നോട് പോയി മടങ്ങിപ്പോകാൻ പറഞ്ഞല്ലോ. അപ്പം ഇനി ഞാൻ എന്ത് ചെയ്തു, യുദ്ധത്തിന് തയ്യാറായി വരികയാണ്. എൻ്റെ ചോദ്യശരങ്ങളെ ഏൽക്കാൻ യാജ്ഞവൽക്യ മഹർഷേ അങ്ങ് തയ്യാറായിക്കൊള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഉജ്യം ധനുഹു അതിജ്യം കൃത്വ, ഞാൻ അഴിച്ചു വെച്ചിട്ടുള്ള ഈ ധനുസിലേക്ക് ദ്യൗ ബാണോ, ഒരു ബാണമല്ല, ദ്യൗ 2 ബാണം, അതായത് ഞാണ് ചരട്, ആ ധനുസിലേക്ക് ചരട് കെട്ടിയിട്ടല്ലേ അമ്പും വില്ലും എയ്യുന്നത്. അപ്പം അതാണ് ബാണവും. ദ്യൗ ബാണം എന്ന് വെച്ചാൽ ദ്യൗ പ്രശ്നവും, ഞാൻ 2 ബാണങ്ങളായിക്കൊണ്ട് ആ ധനുസിൽ 2 ചരട് കെട്ടി അല്ലെങ്കിൽ 2 ഞാണ് കെട്ടിയിട്ട് 2 ബാണങ്ങൾ തൊടുക്കുക. അതുപോലെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ചോദ്യശരങ്ങൾ അങ്ങയുടെ ഹൃദയത്തെ തുളയ്ക്കാൻ പോവുകയാണ്. അതാണ് സപത്നാദി വ്യാധിനോ ഹസ്തേ കൃത്വ. ഈ ധനുസിൽ 2 ചരട്, അർജുനൻ്റെ ധനുസിൽ ഗാന്ധീവത്തിൽ 100 ബാണം, അതായത് 100 ചരട് കെട്ടിയിട്ടാണ് അർജുനൻ എയ്യുന്നത്. അത്രയും കഴിവുള്ള ആളായിരുന്നു അർജുനൻ എന്ന് പറയുന്നത്. ആരാലും ദ്വാപരയുഗത്തിൽ സാധിച്ചിരുന്നില്ല 100 ബാണങ്ങൾ വെച്ചുകൊണ്ട് അമ്പും വില്ലും പ്രയോഗിക്കുകയാണ്. അത്രയും ബലവാനായിരുന്നു അർജുനൻ.
അപ്പം ഇവിടെ ഗാർഗി അത്രയൊന്നുമില്ല. ഗാർഗി എന്താണ് സാധാരണ പൊതുവെ ഒരു ബാണമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ 2 ബാണങ്ങളോടുകൂടി അങ്ങയെ തൊടുക്കാൻ പോവുകയാണ്. എന്താണ് ഉപോദിഷേത്, അതായത് 2 ബാണങ്ങൾ ധനുസ്സിൽ കെട്ടി അമ്പെയ്യാൻ പോകുന്നത് പോലെയാണ് അല്ലയോ യാജ്ഞവൽക്യ മഹർഷേ എൻ്റെ ചോദ്യശരങ്ങൾ. അതുപോലെ ഏവമേവ അഹം ത്വാ ദാഭ്യാം പ്രശ്നാഭ്യാം ഉപോദസ്തം. ദാഭ്യാം പ്രശ്നാഭ്യാം ഉപോദസ്താം. അതുപോലെ ഏവമേവ സിമിലർലി, അതുപോലെ. അതായത് ഈ കാശി രാജാക്കന്മാർ, വിദേഹ രാജാക്കന്മാർ അവരൊക്കെ വളരെ ക്ഷത്രിയന്മാർ, അവരുടെ നിയമങ്ങൾ, അവർക്ക് ആരാലും പരാജയപ്പെടുത്താൻ പറ്റാത്ത രാജാക്കന്മാർ. അതുപോലെ അവർ യുദ്ധം ചെയ്യുന്നത് പോലെ 2 ബാണങ്ങളുമായിട്ട് ഞാൻ അങ്ങയുടെ മുന്നിൽ യുദ്ധത്തിനായി വന്ന് നിൽക്കുകയാണ് അല്ലയോ യാജ്ഞവൽക്യ മഹർഷേ. അതുപോലെ അഹം, ഏവമേവ അഹം, അതുപോലെ എന്ന് വെച്ചാൽ ഇവർ രാജാക്കന്മാർ യുദ്ധത്തിനായി നിൽക്കുന്നത് പോലെ അഹം, ഞാനും, ത്വാ ദാഭ്യാം പ്രശ്നാഭ്യാം, അതുപോലെ ഞാനും അങ്ങയുടെ മുന്നിൽ എന്താണ് ദാഭ്യാം പ്രശ്നാഭ്യാം 2 ചോദ്യശരങ്ങളുമായിട്ട് ഉപോദസ്താം എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലേ, എന്നെ അങ്ങനെ ഇരുത്താനൊന്നും നോക്കണ്ട. എൻ്റെ കയ്യിൽ സ്റ്റോക്കൊക്കെ ഉണ്ട് ചോദ്യങ്ങൾ. ഞാൻ ആ ചോദ്യങ്ങളുമായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതൊക്കെ കേട്ട് ഗാർഗിയുടെ ഈ ഗർവം കണ്ടിട്ട് ഒരു ഉള്ളിൽ ചിരിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. പക്ഷേ ഈ കഠിനമായ വാക്കുകൾ കേട്ടിട്ട് ഈ ബ്രാഹ്മണന്മാരുണ്ടല്ലോ അവർക്കൊക്കെ വലിയ സന്തോഷം. കാരണം ഞങ്ങളുടെയൊക്കെ പ്രതിനിധിയായിക്കൊണ്ട് ഗാർഗി ഉണ്ടല്ലോ, അല്ലേ, ഞങ്ങളുടെ ഈ അപമാനത്തിൽ നിന്നും അല്ലെ തോൽവിയിൽ നിന്നും ഞങ്ങളെ കരകയറ്റുവാൻ പണ്ഡിതരത്നമായ ഗാർഗി ഉണ്ടല്ലോ എന്ന് ഗാർഗിയുടെ ഈ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ ബ്രാഹ്മണന്മാർക്ക് സന്തോഷം. കാരണം അവരുടെയൊക്കെ ആഗ്രഹം എന്താണ്, വിത്തം. അതുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയെ ആരെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തിയാൽ മതി. അപ്പോൾ ആ ഒരു മനോഭാവത്തോടു കൂടിയിരിക്കുന്ന ബ്രാഹ്മണന്മാർക്ക് സന്തോഷം, യാജ്ഞവൽക്യ മഹർഷിക്ക് ഉള്ളിലും സന്തോഷം. തൗമേ ബ്രൂഹീതി, തൗമേ ഗാർഗി, ഗാർഗിയായ ഞാൻ അങ്ങയോട് വിസ്തരേണ ചോദിക്കാൻ പോവുകയാണ്. എൻ്റെ ചോദ്യശരങ്ങൾ ഏൽക്കാൻ അങ്ങ് തയ്യാറാക്കിക്കോളൂ എന്ന് ഗാർഗി വെല്ലുവിളിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷിയെ. ഇതെല്ലാം കേട്ടിട്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ ഡയലോഗാണ് അടുത്തത്. യാജ്ഞവൽക്യ ഉവാച പൃച്ഛ ഗാർഗീതി. അത് യാജ്ഞവൽക്യ മഹർഷിയുടെ വാക്കുകളാണ്. അല്ലയോ ഗാർഗി, നീ ചോദിച്ചോളൂ. അതാണ് പൃച്ഛ. നീ എന്ത് ചോദ്യം വേണേലും ചോദിച്ചോളൂ. നിനക്ക് എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല, അത് എൻ്റെ കുഴപ്പമല്ലല്ലോ, നിൻ്റെ കുഴപ്പമല്ലേ. അതുകൊണ്ട് എനിക്കതിലൊരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല, നീ ചോദിച്ചോളൂ ഗാർഗി എന്ന് യാജ്ഞവൽക്യ മഹർഷി. ഈ ഉദാഹരണം നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം നോക്കാൻ പറഞ്ഞിരുന്നു എല്ലാവരോടും. മുണ്ടകോപനിഷത്ത് 2.2.3 അല്ലേ, 2-ാം മുണ്ടകം 2-ാം ഖണ്ഡം 3, 4 മന്ത്രം. ധനുർഗൃഹീതൗ ഉപനിഷദം മഹാസ്ത്രം ശരം ഹ്യുപാസ നിശിദാസന്ധയിത് ആയമ്യ തദ്ഭാവഗതേന തേജസ ലക്ഷ്യം തദേവാക്ഷരം സൗമ്യ വിദ്ധി പ്രണവോ ധനുഷരോ ഹ്യാത്മ ബ്രഹ്മതല്ലക്ഷ്യമുച്യതേ അപ്രമത്തേന വേദവ്യം ശരവത്തന്മയോ ഭവേ. അവിടെയും ഇതേ ഉദാഹരണം. അവിടെ സാധന ചതുഷ്ടയ സമ്പത്തിയാകുന്ന അമ്പും വില്ലും ഉപയോഗിച്ച് ബ്രഹ്മലക്ഷ്യത്തിലേക്ക് വേണം അല്ലേ. എങ്ങനെ എത്തണം? അപ്രമത്തേന വേദവ്യ, ഒരു പ്രമാദവും കൂടാതെ അല്ലേ, നിഷ്ഠയോടുകൂടി സാധനയിലൂടെ പോയാൽ ആ ബ്രഹ്മമാകുന്ന ലക്ഷ്യത്തെ പ്രാപിക്കാൻ സാധിക്കും എന്നുള്ള ഉദാഹരണം. അവിടെ ഈ അമ്പും വില്ലിൻ്റെ ഉദാഹരണമായിരുന്നു. അത് തന്നെ
ഇവിടെ ഗാർഗി അമ്പും വില്ലിൻ്റെ ഉദാഹരണം എടുത്തു. പക്ഷെ ബ്രഹ്മലക്ഷ്യമല്ല ഗാർഗിയുടെ ഉദ്ദേശം. മുണ്ടകോപനിഷത്തിൽ ബ്രഹ്മലക്ഷ്യമായിരുന്നു. ഇവിടെ ഗാർഗിയുടെ ഉദ്ദേശം യാജ്ഞവൽക്യ മഹർഷിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ മുണ്ടകോപനിഷത്ത് പറയാൻ കാരണം ഈ ബാണങ്ങളുടെ ധനുസിൻ്റെ ഉദാഹരണം അവിടെയും വരുന്നുണ്ട്. അതുകൊണ്ട് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ പഠിക്കാം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഹരിഃ ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം.